ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധമായ നോമ്പിൻ്റെ കാലയളവിൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ്. ഈ ഭാഗത്തിൽ കർത്താവായ യേശു ക്രിസ്തു അവസാന കാലത്തെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്നു. ഇതിനെ ആസ്പദമാക്കി 3 കാര്യങ്ങൾ ചിന്തിക്കാം. 1. ദേവാലയത്തിൻ്റെ വീഴ്ച ഭൂമിയിലെ കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ശിഷ്യന്മാർ ദേവാലയത്തിൻ്റെ ഭംഗി കാണിച്ചപ്പോൾ യേശു പറയുന്നു, ഇവിടെ കല്ലിന്മേൽ കല്ല് നിലനിൽക്കുകയില്ല. ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് മനുഷ്യൻ പണിയുന്ന മഹത്വങ്ങൾ നിത്യമായതല്ല, ലോകത്തിൻ്റെ ഉറപ്പുകൾ താൽക്കാലികമാണ്. അതേപോലെ ദൈവത്തിൽ പണിത ജീവിതം മാത്രമാണ് സ്ഥിരം. ഇന്ന് നാം ആശ്രയിക്കുന്നത് സമ്പത്ത്, പ്രശംസയൊക്കെയാണ്. ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാകുന്നവയുമാണ്. 2. വഞ്ചനകളും യുദ്ധങ്ങളും ഭയപ്പെടേണ്ട, ജാഗ്രതയോടെ ഇരിക്കുക. ശിഷ്യന്മാർ ചോദിച്ചു, ഇവ എപ്പോൾ സംഭവിക്കും? ഇതിൻ്റെയൊക്കെ അടയാളമെന്ത്? ഇവിടെ യേശു പറഞ്ഞ അടയാളങ്ങളാണ് വ്യാജ ക്രിസ്തുക്കൾ, യുദ്ധങ്ങളും യുദ്ധവാർത്തകളും, ക്ഷാമവും ഭൂകമ്പങ്ങളും. ഇവയെക്കുറിച്ച് യേശു ഉപമിക്കുന്നത് പ്രസവ വേദനയെ പോലെയാണ്. അതായത് വേദന കൂടുമ്പോൾ കുഞ്ഞ് അടുത്തിരിക്കുന്നു എന്നർത്ഥം. അതേപോലെ ലോകത്തിൽ പ്രശ്നങ്ങൾ കൂടുമ്പോൾ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. എന്നാൽ ഇവിടെ ഒരു വാഗ്ദാനമുണ്ട്. അവസാനം വരെ നിലനിൽക്കുന്നവൻ മാത്രമേ രക്ഷിക്കപ്പെടൂ. അതായത് പ്രതിസന്ധികളിൽ വീണു പോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. 3. വഞ്ചനയിൽ വീഴാതെ ഇരിക്കുക. ഇതിൻ്റെ പിന്നാലെ യേശു വലിയ കഷ്ടകാലത്തെക്കുറിച്ച് പറയുന്നു. ആ സമയത്ത് വ്യാജ പ്രവാചകന്മാർ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്ത് പലരെയും വഞ്ചിക്കും. അതിനാൽ യേശു ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ആരും ഇവിടെ ക്രിസ്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. കാരണം കർത്താവിൻ്റെ വരവ് രഹസ്യമല്ല, അത് മിന്നൽ പോലെ എല്ലാവർക്കും വ്യക്തമായി കാണപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് പ്രിയരെ, ഈ വചനം നമ്മെ പഠിപ്പിക്കുന്ന 3 കാര്യങ്ങളാണ്. ലോകം സ്ഥിരമല്ല, വിശ്വാസം പരീക്ഷിക്കപ്പെടും, വഞ്ചനകളിൽ വീഴാതെ ജാഗ്രതയോടെ ജീവിക്കുക. ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് ജാഗ്രതയോടെ ജീവിക്കുക, ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുക, സ്നേഹം കാത്തു സൂക്ഷിക്കുക, സുവിശേഷം പങ്കുവയ്ക്കുക. കാരണം കർത്താവിൻ്റെ വരവ് നിശ്ചയമാണ്. ഈ പീഡാനുഭവ കാലത്തിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ജാഗ്രതയുള്ള വിശ്വാസ ജീവിതത്തിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.